നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് നഗരത്തിലെ പമ്പുകളിൽ നിന്നും ഇന്ധനം നൽകുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി സർക്കാർ. നയം സംബന്ധിച്ച് വ്യാപകമായ പൊതുജനരോഷം ഉയർന്നതാണ് നടപടിക്ക് കാരണം. ഉത്തരവ് പിൻവലിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് കമ്മീഷൻ ഓഫ് എയർ ക്വാളിറ്റി മാനേജ്മെന്റിന് ഡൽഹി സർക്കാർ നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം ഇന്ധന നിരോധനം നടപ്പിലാക്കാൻ പ്രയാസമാണെന്നും സാങ്കേതിക വെല്ലുവിളികൾ ഉണ്ടെന്നും പരിസ്ഥിതി മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വാഹനങ്ങൾ നന്നായി പരിപാലിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനു പകരം മോശം അവസ്ഥയിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം ആലോചിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും ഇന്ധനം നൽകരുതെന്നായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം. വായുമലിനീകരണം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ജൂലൈ 1 മുതൽ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഡൽഹി സർക്കാർ ഏർപ്പെടുത്തിയത്. എന്നാൽ ഇതിനെതിരെ വലിയ പൊതുജനരോഷമാണ് ഉയർന്നത്. ഒട്ടേറെ ആളുകൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി രോഷം പ്രകടിപ്പിച്ചു. സർക്കാർ നയത്തെ ചൊല്ലി ചൂടേറിയ സംവാദങ്ങളും നടന്നു. 8 വർഷം പഴക്കമുള്ള റേഞ്ച് റോവർ ചെറിയ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചെന്ന ഉടമയുടെ പോസ്റ്റും 2015 വാങ്ങിയ തന്റെ മേഴ്സിഡസ് ബെൻസ് തുച്ഛമായ വിലയ്ക്ക് വിൽക്കേണ്ടി വന്നുവെന്ന മറ്റൊരുടമയുടെ പോസ്റ്റും വലിയ ചർച്ചയായി. തന്റെ പിതാവിന്റെ നല്ല രീതിയിൽ പരിപാലിക്കപ്പെട്ട 16 വർഷം പഴക്കമുള്ള മേഴ്സിഡസ് ബെൻസ് ഒരു വിന്റേജ് സ്ക്രാപ്പ് എന്ന് മുദ്രകുത്താൻ നിർബന്ധിതനായതിലുള്ള അമർഷം മറ്റൊരു വ്യക്തിയും പ്രകടിപ്പിച്ചു. ഇങ്ങനെ സമൂഹത്തിൽ നിന്നും ഈ നയത്തിനെതിരെ വ്യാപകമായ വിമർശനം ഉയരാൻ തുടങ്ങിയതോടെയാണ് സർക്കാർ നയം നിർത്തലാക്കാനുള്ള നടപടികൾ ഇപ്പോൾ നോക്കുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയതോടെ ഇനി എന്താകും ബദൽ നയം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.